PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ഇപ്പൊ ഞെട്ടണോ വേണ്ടേ എന്നുള്ളത് ഓരോരുത്തരെ സംബന്ധിച്ചിരിക്കും. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ബോംബ് പോലാണോ? ഏതാണ്ട് അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് ഇതിൽ അങ്ങനെയാണ് എന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ബിനോയ് വിശ്വം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു അനുനയത്തിലേക്കൊക്കെ വന്നതാണ്. പക്ഷെ അവിടെ 2 മന്ത്രിമാർ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. വാസ്തവമുള്ളതായിരിക്കുമോ? അതായത് മന്ത്രി കെ രാജനോടൊപ്പം കൃഷി മന്ത്രി P പ്രസാദും ഉറച്ച നിലപാടിലേക്കാണ് പോകുന്നത്. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ CPI പിളരുകയാണോ? കാരണം വേറെയുണ്ട് മന്ത്രിമാർ, 4 മന്ത്രിമാരുണ്ട്. അപ്പൊ വീണ്ടും CPI ഒരു പിളർപ്പിലേക്ക് പോവുകയാണോ എന്നാ സംശയം വരുന്നത്. മറ്റ് 2 മന്ത്രിമാർ രാജിവെക്കുന്നില്ലേ? അത് ഇതിനിടയ്ക്ക് ഒരു കാര്യം GRL നേരത്തെ പറഞ്ഞു, രാജിയോ? രാജിയൊന്നും ഇല്ല, ഞങ്ങൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. പുള്ളിക്ക് മന്ത്രിസഭയിൽ തന്നെ ഇരിക്കണമെന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് പല തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും, നമ്മൾ പോകരുത്, പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കുഴപ്പമാവും. പുള്ളിക്ക് അവിടെ തന്നെ കടിച്ചു തൂങ്ങിയിരിക്കണമെന്നുണ്ട്. പിന്നെ രാജന്റെ കാര്യം അറിയില്ല, അപ്പൊ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കും. കെ രാജനൊപ്പം തന്നെയാണ് P പ്രസാദ് പറഞ്ഞിരിക്കുന്നത്. ഇവര് രണ്ടുപേരും ചിഞ്ചു റാണിയുടെ നിലപാട് അറിയുന്നില്ല, അത് പറയുന്നുണ്ടാവില്ല. PM ശ്രീ ഒപ്പിടരുതെന്ന് തന്നെയാണ് ചിഞ്ചു റാണിയുടെ നിലപാട്. പക്ഷെ അത്ര ഉറക്കെയുള്ള ശബ്ദങ്ങളല്ല. ഉറച്ച ശബ്ദം ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ മാത്രമേ ഉള്ളൂ. ബിനോയ് വിശ്വത്തിനോടൊപ്പം പോകാനിപ്പോൾ ഈ പറഞ്ഞ 2 പേര് മാത്രമേ ഉള്ളൂ, രാജനും അതുപോലെ തന്നെ P പ്രസാദും. ഒന്ന് കൃഷി, ഒന്ന് റവന്യൂ. ഇതിൽ പറയുന്ന ഒരു കാര്യം, മന്ത്രിസ്ഥാനം രാജിവെക്കാനായിട്ട് കെ രാജൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നാൽ 2 പേർ ഇതിനോട് വിയോജിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രസാദിന്റെ നിലപാടുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്രതികരണം ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ആലപ്പുഴയിലെ CPI യോഗത്തിലടക്കം പ്രസാദ് ഉറച്ച നിലപാടെടുക്കുകയും ചെയ്തു. കെ രാജനൊപ്പം പ്രസാദും രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതോടെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കടുത്ത നിലപാടിലേക്ക് എത്തുന്നത്. അതെ, D രാജ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. കേരള ഘടകത്തിൻ്റെ നിലപാട് PM ശ്രീയിൽ ഒപ്പിടുക എന്ന പരിപാടിയില്ല, അത് പിൻവലിക്കണമെന്നുള്ള ഉറച്ച നിലപാട് എടുത്തുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രാജിവെച്ചാലും അതൊരു ശിക്ഷാർഹമായ കുറ്റമായി മാറുകയില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവർ ചെയ്യില്ലെന്നൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പിണറായി വിജയൻ പറയുന്നത്. ഈ ഭീഷണി മാത്രമേ അത്രേ ഉണ്ടാവൂ. അല്ല, എങ്ങോട്ട് പോവും? പോകാനൊരിടമുണ്ടോ? UDF പോവും. സകല ക്രെഡിബിലിറ്റിയും പോയില്ലേ? ഈ വരട്ട് തത്വവാദങ്ങളെല്ലാം പോയില്ലേ? ഇതുപോലായിരുന്നു പണ്ട് ADBയുടെ കാലത്ത്. അല്ല, ADB ആ അക്ഷരങ്ങൾ അവിടെ നിൽക്കട്ടെ. നമ്മുടെ രാജ്യത്തിപ്പോൾ ഏറ്റവും അധികം കോളിളക്കം സൃഷ്ടിക്കുന്ന 3 അക്ഷരങ്ങളാണ് SIR. എസും ഐയും ആറും. ഈ 3 അക്ഷരങ്ങൾ ചേർന്നതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിപ്പോൾ അടങ്ങി. ഇപ്പോൾ രാഹുൽ ഗാന്ധി വെല്ലുവിളിയൊക്കെ വിളിച്ചിട്ട് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഞാനിപ്പോൾ 9 സംസ്ഥാനം, നീ ഒരു സംസ്ഥാനത്താക്കിയതിനല്ലേ കിടന്ന് ബഹളം കാണിച്ച് എന്നെ വെല്ലുവിളിച്ചത്, ഇപ്പോൾ 9 സംസ്ഥാനങ്ങളിലും 3 യൂണിയൻ ടെറിട്ടറീസിലും ഞാനിപ്പോൾ നടപ്പാക്കാൻ പോകും, നീ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുക. അത് വലിയ കോലാഹലമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എങ്ങും യേശുന്നില്ല. കാരണം ഇത് സത്യസന്ധവും സുതാര്യവുമാണ്, ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ജനാധിപത്യം എന്ന് ജനങ്ങൾ തന്നെ മനസ്സിലാക്കി. ഒരു കള്ളവും ഇല്ലാത്തത്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ പറയുന്നതാണ് കള്ളം, കള്ളത്തരം, കള്ളവോട്ട് വാങ്ങിക്കാനുള്ള പരിപാടിയാണതെന്ന് എല്ലാവർക്കും ബോധ്യമായി. ആ ബോംബുകളെല്ലാം അവിടെ നിർവീര്യമായി കഴിഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളം കൂടാതെ ബംഗാളും അതുപോലെ തന്നെ തമിഴ്നാടും ഇങ്ങനെ ചില സംസ്ഥാനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരെ ഇത് സംഘപരിവാർ അജണ്ടയാണ്, ഇത് നടപ്പാക്കാൻ പാടില്ലെന്നൊരു പിടിപിടിച്ചു നോക്കി. പിടിപിടിച്ചതിൽ യാതൊരു തരത്തിലും മൈൻഡ് ചെയ്യില്ല കേന്ദ്രം. നടപ്പാക്കിയേ പറ്റുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ BJP അല്ലാതെ ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്നതായിട്ടുള്ള കർണാടകവും രാജസ്ഥാൻ്റെ കാര്യം പറയുമ്പോൾ രാജസ്ഥാനാണ് ആദ്യം ഇതിനകത്ത് ഒപ്പിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് വാങ്ങിച്ചത്. പഞ്ചാബ് ഇതിൽ നിന്ന് ഒപ്പിട്ടിട്ട് പിന്മാറി വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഇത് സ്വീകരിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് വേറൊരു മാർഗമില്ല എന്നുള്ളവർ മനസ്സിലാക്കി. അതുപോലെ കേരളം മനസ്സിലാക്കിയ ഒരു കാര്യം, പിണറായി വിജയൻ കുറച്ച് പ്രായോഗിക ബുദ്ധിയാണ്, അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നല്ല പെട്ടെന്ന് തൊഴിൽ കിട്ടുകയും അതുപോലെ തന്നെ നല്ല നിലവാരം കാലത്തിനനുസരിച്ച് പുലർത്തുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവണമെങ്കിൽ ഈ PM ശ്രീ പദ്ധതിയിൽ നമ്മൾ ചേരണം. PM-നെ ശ്രീയാക്കുകയല്ല ഇത്, സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ എന്നേ അർത്ഥമുള്ളൂ. റൈസിങ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നല്ല നൈപുണ്യത്തോടു കൂടി
അതായത് നമ്മൾ ഈ കോടിക്കണക്കിന് രൂപ ചിലവാക്കി വിദേശത്ത് പോയി പഠിക്കുന്നല്ലോ, എന്തിനാ അത്? പെട്ടെന്ന് ജോലി കിട്ടാൻ, ഉടനെ ജോലി കിട്ടുകയും ചെയ്യും. അതുപോലെ ഉള്ള സ്കൂളുകളാക്കി ഇത് മാറ്റുക. അവിടുന്ന് സർട്ടിഫിക്കറ്റുമായിട്ട് ഇറങ്ങി വരുന്നവന് അപ്പം തന്നെ പണി വിളിച്ചു കൊടുക്കും. അല്ല, നമ്മുടെ കുട്ടികൾ ഇങ്ങോട്ട് ഇറങ്ങി അവനെ അക്ഷരം അറിയത്തില്ല, അഭ്യാസമില്ല, ജോലി കിട്ടുന്നില്ല എന്നും പറഞ്ഞ് അവൻ ഈ തൊഴിലില്ലാ പടയിലൊരു അംഗമായി ചേരുക മാത്രമേ വഴിയുള്ളൂ. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ തുക മാത്രമേ അവന് കിട്ടൂ. എൻജിനീയറിങ്, മെക്കാനിക്കലായാലും ഇലക്ട്രിക്കലായാലും ഒരു ഫ്യൂസ് കെട്ടാൻ പോലും അവനറിവില്ല. അതാണ് അവരുടെ വിദ്യ. ഇതങ്ങനെയല്ല. ഇവൻ എക്സ്പെർട്ടായിരിക്കും പഠിച്ച വിഷയത്തിൽ മുഴുവൻ, ഏത് കാര്യമാണെങ്കിലും ശരി. ഫ്യൂസ് കെട്ടല്ല, അതിനപ്പുറമുള്ള ഒരു മോട്ടോർ സൈക്കിൾ ശരിയാക്കണമെന്ന് ഞാൻ ശരിയാക്കി പഠിച്ചിട്ടാണ് വരുന്നത്. ഏത് കാര്യത്തിലും അങ്ങനെയുള്ള പാഠവത്തോടു കൂടി വരുന്നവനെയാണ് ഇന്ന് ഈ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അവനാ തൊഴിൽ കിട്ടും, ഇന്ത്യയിലും കിട്ടും, വിദേശത്തും കിട്ടും. IIT എന്നൊക്കെ പഠിച്ചിറങ്ങുന്നവർക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് തൊഴിൽ കിട്ടുന്നത്? കാരണം എല്ലാം പഠിച്ചാണ് അവർ ഇറങ്ങുന്നത്, ചെയ്താണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകളിൽ നിന്നും അവരെ ഒരു കമ്പനിയെ എങ്ങനെ ലാഭത്തിലാക്കാം എന്നുള്ളത് പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അല്ല ചുമ്മാ മനക്കണക്കും ഹരിശ്രീ അല്ല എടുക്കാം. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിലെല്ലാം പ്രായോഗികമായിട്ട് തീരുമാനമെടുക്കുന്നതാണ്. ഇതുപോലുള്ള സന്ദർഭങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ADB എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ വായ്പ. പിണറായി അതിന് അനുകൂലവും VS അച്യുതാനന്ദൻ എതിർപ്പുമായിരുന്നു. വളരെ ശക്തിയായിട്ട് ഇതിൻ്റെ കണ്ടീഷണാലിറ്റീസൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ കേരളം നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, കുറച്ച് നശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വഴിയോരത്തുള്ള ഈ പൈപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഒരു കണ്ടീഷണാലിറ്റി അതായിരുന്നു, ആ പൈപ്പുകൾ നിങ്ങൾ പൂട്ടിച്ചോണം, അടയ്ക്കണം. അങ്ങനെ വെറുതെ വെള്ളം പാഴാക്കി കളയണ്ട സൗജന്യമായിട്ട്. കാരണം ദുരുപയോഗം ചെയ്യുകയും ചെയ്യും ആളുകൾ. അത് അടച്ചു പൂട്ടി. അത് നമുക്കൊരു നഷ്ടം, അല്ലാതെ പ്രത്യേകിച്ച് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് നടപ്പായി. VS അച്യുതാനന്ദൻ അപ്പോൾ അവിടെ വലിയ ബഹളമൊക്കെ ഉണ്ടായി. ഇത് പിണറായി മുഖ്യമന്ത്രി പോലും അറിയാതെ തോമസ് ഐസക്കും വേറെ ഒരു മന്ത്രിയും കൂടെ ചേർന്നാണ് ഇത് നടപ്പാക്കിയത്. തോമസ് ഐസക്കിനെ ഒരുപാട് വിമർശിച്ചിരുന്നു ആ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫലം അവർ അനുഭവിക്കുമെന്നൊക്കെ പറഞ്ഞു. സുകുമാർ അഴീക്കോട് സാറും അച്യുതാനന്ദനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. പക്ഷേ എന്താ അവസാനം സംഭവിച്ചത്? CPI അന്ന് ശക്തമായിട്ട് എതിർത്തു. അന്ന് വെളിയം ഭാർഗവനായിരുന്നു. എന്നിട്ട് അവസാനം വലിയ കോളിളക്കം, ഇതിനേക്കാളും വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ്. അവസാനം എന്തായി? അവസാനം ADB വായ്പ നമ്മൾ വാങ്ങിക്കുക തന്നെ ചെയ്തു. നമ്മുടെ പദ്ധതികളല്ല അതിനനുസരിച്ച് തന്നെ സ്കൂൾ കരിക്കുലത്തെ മാറ്റം വരുത്തിയില്ലേ നമ്മൾ? അങ്ങനെയല്ലേ കുട്ടികളുടെ നിലവാരം കുറഞ്ഞു പോയത്? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ പോയി നമ്മൾ സ്കൂളിൻ്റെ പഠന നിലവാരം കുറയുകയും ചെയ്തു. ഒരു ആഫ്റ്റർ എഫക്റ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അറിയാം, മണ്ടനൊന്നും അല്ല അദ്ദേഹം. എന്താണ് ഇതിൻ്റെ വരും വരെ എവിടം വരെ പോകുമെന്നൊക്കെ കണ്ടിട്ട് തന്നെ ഇത് പിടിപ്പിച്ചു. ഇതെല്ലാം മുന്നിൽ കണ്ട CPI പോയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ ഇത് എവിടെ പോകാനാണെന്നുള്ളൊരു ചിന്ത. അതാണ്. തിരിച്ച് അവർക്ക് നമ്മുടെ കൂടെ നിൽക്കേണ്ടി വരും. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത ഒരൊറ്റ സീറ്റ് പോലും കിട്ടില്ല. കെട്ടിവെച്ച തുക പോവും CPIക്ക്. ഇത് നിസ്സഹായാവസ്ഥ മുഴുവൻ മുതലെടുക്കുകയാണ്. ശിവൻകുട്ടിക്കും അറിയാം. പിന്നെ ഇതൊരു നാടകമാണ്. എനിക്ക് തോന്നുന്ന കേട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് വെറും നാടകം കളിക്കലാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കാണും ഇത് അനിവാര്യമാണ്, നമുക്കിത് ചെയ്തേ പറ്റും, നിങ്ങൾ എതിർക്കണമെങ്കിൽ എതിർത്തോ എന്ന് പറഞ്ഞൊരു നാടകമാണ്. ആരും എതിർക്കുന്നില്ല എന്നൊരു പേര് വേണ്ട എന്ന് മാത്രമല്ല, ഇതാണ് പറ്റിയ സമയമെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നാൻ കാര്യം. ശബരിമലയുടെ അഴിമതി കേസുകൾ, അവിടെ നടന്ന തീവട്ടിക്കൊള്ള, ആ കാർട്ടലിൻ്റെ ഭാഗമാണ് മന്ത്രിസഭയിലെ ചില അംഗങ്ങളും മുഖ്യമന്ത്രി തന്നെയും എന്നുള്ളത് ഇങ്ങനെ വ്യാപിച്ചു വരികയാണ്. അപ്പോൾ ഒരു ജനപ്രക്ഷോഭം കൂടി ഇപ്പോൾ ഉണ്ടായാൽ ആ അന്വേഷണം നീണ്ടുപോകാനും അത് മുഖ്യമന്ത്രിയിലേക്ക് എത്താനും സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത്. അപ്പോൾ അതിനെ പെട്ടെന്ന് കവറപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനൊരു കോൺട്രവേഴ്സി സ്വയം സൃഷ്ടിച്ചതാകാനും വഴിയുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉന്നതങ്ങളിൽ നടക്കുന്ന കളികളാണ്. നമ്മളിതൊന്നും അറിയുന്നില്ല. ഇന്നലെ ഇപ്പോൾ എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ തിരക്കിട്ട കൂടിയാലോചനയാണ്, പത്രങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ ചർച്ച നടത്തി, CPM ചർച്ച നടത്തി. ഇവിടെ ഇപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസിലും തിരക്കിട്ട ചർച്ചകളായിരുന്നു, വൻപട തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് വല്ലവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പത്രങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ തരത്തിലെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉന്നതങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിതൊന്നും മനസ്സിലാവുകയില്ല. ഇതിൻ്റെ പിന്നിൽ വൻ തോതിൽ കളിയുണ്ട്. അവസാനം നോക്കിക്കോളൂ, ഞാൻ ഇപ്പോഴേ ഉറപ്പിച്ച് പറയാം, PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കും. കുറേ സ്കൂളുകൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും, കുറേ വിദ്യാർത്ഥികൾക്കും അതിൻ്റെ പ്രയോജനം കിട്ടാൻ പോവുകയാണ്. നല്ല കാര്യം. ഇതേ കാര്യം തന്നെ ആയുഷ്മാൻ ഭാരതിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ
നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിനെ കമ്പനികളാക്കുന്ന കാര്യത്തിലും ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് കറണ്ട് കിട്ടുന്ന ഒരു നല്ല കാലം വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.